ചിക്കൻ കൊണ്ട് പലവിധ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെങ്കിലും നല്ല ഗ്രേവിയോട് കൂടിയൊരു ചിക്കൻ കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ചിക്കൻ കറി വളരെ സ്വാദിഷ്ടമാണ്. ഇത് ചോറിനോ ചപ്പാത്തിക്കോ പുട്ടിനോ അപ്പത്തിനോ എന്തിനെന്നില്ല ഏതിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ ഇതുപോലൊരു ചിക്കൻ കറി. ഇത് ഇരിക്കും തോറും സ്വാദ് കൂടുകയും ചെയ്യും. ഇതൊരു 600 ഗ്രാം ചിക്കൻ ഉണ്ട്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. എല്ലാ ടൈപ്പ് പീസസും ഇതിലുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഗ്രേവിയോട് കൂടിയ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇപ്പോൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ഗരം മസാലപ്പൊടിയും. ഇതിവിടെ ഒരു ലോക്കൽ ഷോപ്പിൽ പൊടിച്ച് കിട്ടുന്നതാണ്. നല്ല മസാലയാണ്. ഏത് കറികൾക്കും വളരെ ഉചിതമായിട്ടുള്ളൊരു മസാല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ഗ്രേവി തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും നല്ലത് തന്നെ. ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 3 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാനുള്ളതാണ്. ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയൊരു 3-4 പച്ചമുളക് കീറിയിടുന്നുണ്ട്. മുളകൊക്കെ അവനവൻ്റെ എരിവിന് ആവശ്യമനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. അതിനിടയിൽ ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സമയം ലാഭിക്കാൻ റെഡിമെയ്ഡ് പേസ്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറി വരട്ടെ. അതുവരെ നല്ലപോലെ വഴറ്റാം. കണ്ടോ, സവാളയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും ആയതിനു ശേഷം മാത്രമേ തക്കാളി ചേർക്കാവൂ. ഈ ഒരു പാകമാവണം. ഇതിന് മുമ്പ് തക്കാളി ചേർത്താൽ പിന്നെ സവാള അധികം മുരിഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ കറിക്കൊരു മധുരം വരും. അതൊഴിവാക്കാനായിട്ട് നല്ലപോലെ മുരിയിച്ച ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നീളത്തിലരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. തക്കാളി എങ്ങനെ അരിഞ്ഞാലും പെട്ടെന്ന് തന്നെ വെന്ത് ഇതിൻ്റെ കൂടെ ചേർന്ന് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒരുപാടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ കരിഞ്ഞ സ്വാദ് വരും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഈ മസാലയോടൊപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. എന്നാലാണ് സ്വാദ് കൂടുതൽ കിട്ടുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടട്ടെ. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ലൊരു ഗ്രേവിയോട് കൂടിയ കറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കാണുമ്പോൾ ഒരല്പം വെള്ളം കൂടുതലുണ്ടോ എന്ന് സംശയം തോന്നാം. പക്ഷെ അത് കുഴപ്പമില്ല. ഇരുന്ന് ഒന്നുകൂടി കുറുകും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. സാധാരണ എല്ലാവരും വെക്കുന്ന ഒരു രീതി തന്നെയാണിത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടമാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തിനും ഒരു കോമ്പിനേഷനായിട്ടുള്ളൊരു പെർഫെക്റ്റ് ചിക്കൻ കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.